Hello friends, welcome back to my channel Craftify. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമീറാണ്. അമീർ എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്ക് മനസ്സിലാവില്ല. ഓട്ടയപ്പം എന്നാണ് ചില നാടുകളിൽ ഇത് പറയല്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു ബൂസ്റ്റ് കേക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ബൂസ്റ്റ് കേക്ക് ഉണ്ടാക്കി ഒരുപാട് ആൾക്കാരായി ട്രൈ ചെയ്തെന്ന് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിരുന്നു. അപ്പോൾ അത് കേട്ടത് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നേരെ അമീർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അമീർ ഉണ്ടാക്കാൻ ഫസ്റ്റ് വേണ്ടത് 1 കപ്പ് മൈദ വേണം. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ മൈദയിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട എടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ 1 കപ്പ് മൈദ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം അമീർ വേണമെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി ചെറുതായിട്ടൊന്ന് കൂട്ടിയാൽ മതി. ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം മതി, കാരണം കൂടുതലായി പോരുത്. നമുക്കൊരു ദോശ മാവിൻ്റെ രൂപത്തിലാണ് ഈ ഒരു മാവും വേണ്ടത്. വെള്ളം പോരാന്ന് തോന്നിയാൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം, കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ദോശ മാവിൻ്റെ ആ ഒരു പാകത്തിനാണ് നമ്മളെ ഈ ഒരു മാവ് വേണ്ടത്. ഇപ്പം നമ്മുടെ മാവൊക്കെ കറക്റ്റായി. ഇനി നമുക്കൊരു ദോശ ചുടുന്നത് പോലെ ഇതൊരു കല്ലിലിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളൊരു മണ്ണിൻ്റെ തവ എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിന് മൺകല്ല് എന്നാണ് പറയല്. ഇത് നമുക്ക് നന്നായിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഫ്രീ ഹീറ്റ് ചെയ്യാം. നമ്മുടെ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മുടെ ഈ അമീറിൻ്റെ ഈ മാവ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ അമീറിൽ ചെറുതായിട്ട് ബബിൾസും അതുപോലെ തന്നെ ഓട്ടകളൊക്കെ വന്നു തുടങ്ങി. ഇനി നമുക്കിതൊന്ന് കുക്കാകുന്നവർ വെയിറ്റ് ചെയ്യാം. ശരിക്കും ഈ ഒരു ഓട്ടകൾ വരുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വൈകുന്നേരം പലഹാരങ്ങളിൽ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ ഒരു ഭാഗം കൂടെ ഡ്രൈ ആയാൽ നമ്മുടെ അമീർ കുക്കായെന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഇത് പ്രത്യേകിച്ച് അടച്ചു വെക്കാനോ അല്ലെങ്കിൽ മറച്ചിടേണ്ടയോ ആവശ്യമില്ല. നമ്മുടെ അമീറിന് കുക്കിംഗ് ടൈം വളരെ കുറവാണ്. നമ്മുടെ അമീർ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അമീറൊക്കെ ചുട്ടെടുത്തു. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ സെറ്റ് ചെയ്യാം. അപ്പോൾ തേങ്ങാപ്പാലിന് വേണ്ടി കുറച്ച് തേങ്ങയും കുറച്ച് വെള്ളവും മിക്സിയിലിട്ടതിന് ശേഷം നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് അരിപ്പ വെച്ചതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരിച്ചു വെച്ച തേങ്ങാപ്പാൽ നമ്മൾ വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുന്നു. അതിനുശേഷം നമുക്ക് എത്രത്തോളം ഷുഗർ വേണം, പഞ്ചസാര വേണം, അതിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാം. ഇതിലേക്ക് 2 ഏലക്കായ ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചെടുത്തിട്ട് ഒന്നും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അവസാനം നമ്മൾ തേങ്ങാപ്പാലും സെറ്റായി കഴിഞ്ഞു. ഫ്രണ്ട്സ്, നമ്മളെ അമീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തു വെച്ച ഈ ഒരു തേങ്ങാപ്പാല് ഇതിലേക്ക് ഒഴിച്ചു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും. ആ ഒരു തേങ്ങാപ്പാലിന്റെ എല്ലാം നല്ലൊരു ടേസ്റ്റാണ്. അടിപൊളി. ഇതിനടിക്കും തേങ്ങാപ്പാൽ ഇങ്ങനെ മുക്കി കഴിക്കാനാണ് ടേസ്റ്റ്. ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ അടുത്ത ആഴ്ച വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരികയുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച ഒരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ റോഷൻ സൈനിങ് ഔട്ട്.